ഈ ഗസയിൽ നിർണായക നീക്കവുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് ലോകത്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാവാനുള്ള സാധ്യതയുണ്ടോ? അതെ, അതായത് ഗസയിൽ ഒരു വലിയ നിർണായക നീക്കത്തിലേക്ക് ഇസ്രായേൽ ചുവടുവെക്കുകയാണ്. ഗസയെ പൂർണ്ണമായി കീഴടക്കാൻ സൈനിക നടപടി തുടങ്ങാൻ പോവുകയാണ്. അതായത് 60,000 റിസർവ് സൈനികരെ വിളിച്ച് ഇസ്രായേൽ. ജനസാന്ദ്രത കൂടിയ മേഖലകളിലെ സൈനിക നടപടി വലിയ വെല്ലുവിളി നിറഞ്ഞത്. പദ്ധതി പാലസ്തീനികളെ ഒഴിപ്പിച്ച് കെട്ടിടങ്ങൾ തകർക്കാനാണ്. അപ്പോൾ വലിയ പദ്ധതിയായിട്ടാണ് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഗസയെ പൂർണ്ണമായും കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി സേനയിലെ അംഗബലം കൂട്ടാൻ ഇസ്രായേൽ കടക്കുകയാണ്. അപ്പോൾ 50,000 റിസർവ് സൈനികരെ സൈന്യത്തിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റിസർവ് സൈനികർ എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളെ അതെ 60,000 പേരെ പുതുതായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇപ്പം പാകിസ്ഥാനിൽ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്ന സമയത്ത് സൈനികരെല്ലാം ഒളിച്ചോടി പേടിച്ച് പോയ സമയത്ത് ഇത്തരത്തിൽ സാധാരണ 18 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 22 വയസ്സ് കഴിഞ്ഞ് തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ അങ്ങനെയുള്ളവരെയൊക്കെ നേരിട്ടങ്ങ് പരിശീലനം പോലും ഇല്ലാതെ നേരിട്ട് സൈന്യത്തിലേക്ക് എടുക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിൽ യുദ്ധ സാഹചര്യം യുക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അതെ, നോക്കുമ്പോൾ അവർക്ക് ആൾനാശം വന്നാലും സൈനിക നാശം വരുന്നില്ല. അതെ അതെ അതെ. അപ്പോൾ ദേശീയ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും സൈനിക നടപടി. ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകൾ എന്നതിനാൽ വെല്ലുവിളി നിറഞ്ഞതാകും ഈ പദ്ധതി. അതേസമയം ഗാസ കീഴടക്കലിനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് പാലസ്തീനികൾ കഴിയുന്ന ഗസ സിറ്റി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇതിൻ്റെ ഭാഗമായി 60,000 റിസർവ് സൈനികരെ കൂടി വിളിപ്പിക്കും. നിലവിൽ സേവനത്തിലുള്ള 20,000 റിസർവ് സേനാംഗങ്ങൾക്ക് തുടരാനും നിർദ്ദേശം നൽകും. അപ്പോൾ നിലവിലുള്ളവർക്ക് തുടരാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതുവരെയും ഇസ്രായേൽ കരസേന നേരിട്ടിറങ്ങാത്ത ഗസ സിറ്റിയിൽ പൂർണ്ണമായും പാലസ്തീനികളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ തകർക്കലും അടക്കം നടപ്പാക്കും. ഗസ സിറ്റിയുടെ ഭാഗമായ സെയ്ത്തൂൻ, ജബാലിയ എന്നിവിടങ്ങളിൽ ഇതിനകം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഹമാസിൻ്റെ ശക്തി കേന്ദ്രവും ഭരണസിരാ കേന്ദ്രവുമായ ഗസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കകത്താണ് ബന്ദികളെ പാർപ്പിച്ചതെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇവരുടെ കൊലപാതകത്തിൽ കൂടി കലാശിക്കുന്നതാകും കരസേനയുടെ നീക്കം. ഗസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കുന്നതിനെതിരെ സൈന്യത്തിനകത്ത് തന്നെ കടുത്ത എതിർപ്പുയർന്നിട്ടുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങളും ഇതിനെതിരാണ്. ബന്ദിമോചനം ഉറപ്പാക്കി 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. വെള്ളിയാഴ്ചയ്ക്കകം പ്രതികരിക്കാമെന്ന് ഇസ്രായേൽ അറിയിച്ചതിനിടെയാണ് പുതിയ പ്രഖ്യാപനം. ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശത്തിൽ ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നെങ്കിലും ഇസ്രായേൽ അത് തള്ളുകയായിരുന്നു. മധ്യസ്ഥരായ ഈജിപ്റ്റ്, ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തലില്ലെന്നും ഗാസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അതായത് വെടിനിർത്തത്തില്ല, ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണ്ണമായും പിടിക്കുമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേൽ കുരുതി തുടരുന്ന ഗസയിൽ 24 മണിക്കൂറിനിടെ ഭക്ഷണം കാത്തുനിന്ന 22 പേരടക്കം 56 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 185 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുൻ പലസ്തീൻ ദേശീയ ബാസ്കറ്റ്ബോൾ താരം മുഹമ്മദ് ഷലാനും ഭക്ഷണം കാത്തുനിൽക്കെ സൈന്യം വെടിവെച്ച് കൊന്നവരിലുണ്ട്. ഖാൻ യൂനിസിലാണ് 40കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 62,122 പട്ടിണി മൂലം 3 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 112 ആയിട്ടുണ്ട്. കുട്ടികളടക്കം 269 മരണവും ഉണ്ടായിട്ടുണ്ട്. വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണപ്പൊതി വീണ് ദക്ഷിണ ഗസയിൽ വൃദ്ധനും മരിച്ചു. ഭക്ഷണം കാത്തുനിന്ന് നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നിരിക്കുകയാണ്. അതിനിടെ ഗസയിൽ സൈനിക നീക്കം ശക്തമാക്കിയതോടെ അതിർത്തി വഴി പലായന സാധ്യത കണക്കിലെടുത്ത് ഈജിപ്റ്റ് സീനായ് മരുഭൂമിയിൽ സൈനിക വിന്യാസം ശക്തിയാക്കി. വടക്കൻ സീനായിൽ 40,000 സൈനികരാണുള്ളത്. പലസ്തീനികളെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ച് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ നൽകുന്നതിനെതിരെ കമ്പനി ആസ്ഥാനത്ത് പ്രതിഷേധവുമായി തൊഴിലാളികളും രംഗത്ത് വന്നിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ അസൂർ സോഫ്റ്റ്വെയറാണ് നിരീക്ഷണത്തിനും ആക്രമണത്തിനും സഹായമാകുന്നതെന്നാണ് ആക്ഷേപം. തൊഴിലാളികളുടെ ഇന്തിഫാദയിൽ പങ്കാളികളാകൂ, വംശഹത്യ നടത്താൻ തൊഴിലെടുക്കില്ല എന്ന ബാനർ ഉയർത്തിയായിരുന്നു ഈ പ്രതിഷേധം മുഴുവൻ നടന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വലിയ സമാധാനമില്ലാത്ത ദിനങ്ങളാണ് മുന്നോട്ട് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഇസ്രായേൽ
അന്ന് മുതൽ നടത്തിയിട്ടും ഇപ്പോഴും അവരുടെ ചില ജനവാസ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ ഹമാസ് ഉണ്ടെന്നുള്ളതാണ്, ഹമാസിലെ അവരുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് വേണം ഇതിനെ കരുതാൻ. അപ്പോൾ കാരണം ഇത്രയധികം സേനാ വിന്യാസം നടത്തുക വഴി വളരെ പെട്ടെന്ന് കൂടുതൽ പേരെ കൊലപ്പെടുത്താനും അതുവഴി പിടിച്ചടക്കാനും സാധിക്കും. അല്ല, അതിൻ്റെ വേറെ സാധനം ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ ഇസ്രായേൽ മറ്റേ ഇറാനുമായിട്ട് യുദ്ധം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ സമയത്ത് ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്നവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ വീട് പോയി, തൊഴിലില്ലാത്ത ഒരുപാട് ആളുകളായി, പിന്നെ 10,000-ത്തിലധികം ആളുകളെ, കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റീകൺസ്ട്രക്ഷൻ, അതിന് വേണ്ടിയിട്ട് അവർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം പോയി. അപ്പം അവർക്ക് സാമ്പത്തികമായി തകർന്ന അവസരത്തിൽ അവർ റീകൺസ്ട്രക്ട് ചെയ്യാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ നിലവിലെ സാഹചര്യം മുഴുവൻ പഴയതുപോലെ ആക്കിയെടുക്കണമെങ്കിൽ അവർക്ക് വലിയ തുകയുടെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അവർ പല സ്ഥലങ്ങളിൽ നിന്ന് പണപ്പിരിവിന് വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു NGO അവർ പണപ്പിരിവിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടത്തിൽ ഈ ഗസ പിടിക്കുക എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് വീണ്ടും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ കുറേ സൈനികരെ എടുത്തു, അവർ അവിടെ ആക്രമണം നടത്തുന്നു. അപ്പോൾ കൂടുതൽ സൈനികരെ എടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് അപ്പം അത്രയും ശേഷി ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടാവും. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക സഹായം കൊടുത്ത പോലെ ഇതിനും അമേരിക്കയുടെ സഹായം ഉണ്ടാവുമെന്ന് നമ്മൾ കരുതേണ്ടി. തീർച്ചയായിട്ടും. കാരണം ഇത്രയധികം യുദ്ധം നടക്കുമ്പോഴും അവിടെ ഒന്നിനും ഒരു കുറവുമില്ല. കാരണം ഇത്തരത്തിൽ ആക്രമണം ശക്തമായി തന്നെ തുടരുന്നു. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടത്തിയ സമയത്ത് ഇന്ത്യ ഇത് വാങ്ങുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ യുദ്ധക്കോപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ, മിസൈലുകളടക്കം സംഭരിക്കുന്നു, കരുതി വെച്ചിട്ടുള്ളത് പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പരിധി ഉണ്ടാവുമല്ലോ. കുറേ നാളായി നടക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്ന തൻ്റെ പ്രചരണ വാഗ്ദാനം നിറവേറ്റുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് യുദ്ധം അവസാനിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, യുദ്ധം എപ്പോഴെങ്കിലും അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നു, അത് വളരെ വിദൂര ഭാവിയിലായിരിക്കില്ല. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും എന്നാൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന ഒരു നീണ്ട പ്രക്രിയയാണെന്നുമാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ അതോടൊപ്പം തന്നെ നെതന്യാഹു കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേൽ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. മാത്രമല്ല ഗസയിലെ ഹമാസിൻ്റെ സ്വേച്ഛാധിപത്യം ഇല്ലാതാക്കുകയും ഗസയിലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയെക്കുറിച്ചുള്ള US പ്രസിഡന്റിൻ്റെ കാഴ്ചപ്പാട് ചർച്ച ചെയ്തതായും നെതന്യാഹു പറഞ്ഞു. അമേരിക്ക എൻക്ലേവ് ഏറ്റെടുക്കാനുള്ള ട്രംപിൻ്റെ നിർദ്ദേശത്തെ ഇത് പരാമർശിക്കുന്നു. ട്രംപിൻ്റെ പദ്ധതി വംശീയ ഉന്മൂലനത്തിനുള്ള നിർദ്ദേശമായി ആഗോളതലത്തിൽ അപലപിക്കപ്പെട്ടു. 2023 ഒക്ടോബർ 7 ഹമാസ് നേതൃത്വത്തിൽ തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയതോടെയാണ് ഇസ്രായേൽ ഹമാസ് പാലസ്തീൻ യുദ്ധം ആരംഭിച്ചത്. ഇതിൻ്റെ ഫലമായി ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 251 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടികൾ ആരംഭിച്ചു. ഇത് പ്രാദേശിക ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് 50,000-ത്തിലധികം പാലസ്തീൻകാരുടെ മരണത്തിന് പോലും കാരണമായി. ഏതായാലും ഇസ്രായേൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയതായി ഇപ്പോൾ പുറത്തു വരുന്നത്.